ചെയ്യണേ. സ്കിപ്പ് ചെയ്യുക. എവിടെ പോണടാ ബുച്ചൂസേ? എന്താ next time. Go to next time. ചാടല്ലേ? ഈ മരം അറിയാമോ കൂട്ടുകാർ? മരമല്ല, ഒരു കൊച്ചൊരു തൈയാണ്. ഇതിന് കീഴാർനെല്ലി എന്നൊക്കെ പറയും. എനിക്കങ്ങനെയാണ് അറിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇതൊരു ശംഖുപുഷ്പത്തിൻ്റെ തൈയാണ്. നീലയാണോ വെള്ളയാണോ എന്ന് ഇനി പൂ വരുമ്പോഴേ അറിയാവൂ. സൈഡിൽ കൊടു. ചൊറിയല്ലേ? അതെല്ലാവർക്കും അറിയാം. ചൊറിയണം, കാക്ക. ഇതൊരു സൈസ് പുല്ലാണ്. കാക്കപ്പൂ, കാക്കച്ചെടി എന്നൊക്കെ പറയും. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് വെടി. കൈ കാണിച്ചോട്. സ്കൂൾ ബസ്സുകളൊക്കെ പറ പോകുന്നുണ്ട്. ചറപറ പോകുന്നുണ്ട്. ചറപറ. അത് ഒരു സൈസ്. അതെന്തിനാണ് എന്തോ, അത് എന്തോ ഒരു ഇതെന്തൊരു ഒരു പുല്ലാണ്. ഇത് ഇത് അരളി ചെടിയില്ലേ, പൂജയ്ക്കൊക്കെ വയ്ക്കും, അതിൻ്റെ തൈയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതറിയാമല്ലോ, ഇതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച. ആ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ്. അങ്ങനെയാണ്. ആ ചൊറിയൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് വെച്ചാണ്. അത് സാധാരണ പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ കൈയൊക്കെ എന്തെന്നില്ലെങ്കിലും കൊണ്ട് മുറിയേ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിന്ന് 2 ഇല പിടിച്ച് തിരിങ്ങി ആ മുറിവിലൊഴിക്കും. മുറിവിലൊഴിച്ചിട്ട് തുണിയോ എന്തെങ്കിലും വെച്ച് കിട്ടും. അപ്പോഴത്തേക്ക് ഈ ബ്ലഡ് ഓവറായിട്ട് ബ്ലീഡ് ചെയ്യൂലേ, അത് നിൽക്കും. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതറിയാമല്ലോ, ഇതാണ് നമ്മളെ മുരിങ്ങയില. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് വാഴ. ഇത് വാഴ 2 വാഴക്കോല. ഒപ്പം മഴ പെയ്യുന്നു മോനെ. പോടാ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ ജോത്സ്യം പറഞ്ഞ് മഴ പെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പം വെട്ടം ഉണ്ടായിരുന്നു ആകാശത്ത്. അപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇവൻ പറഞ്ഞു മഴ പെയ്താലോ. അങ്ങനെ ഒക്കെ മഴ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. മോൻ കൂടെ നിവർത്താനുള്ള പരിശ്രമത്തിലാണ്. നീ പരാജയപ്പെട്ടെങ്കിൽ ഇനി എടുക്കും, ഞാൻ അടുത്താകാം. ഓക്കെ, വിജയിച്ചിരിക്കുന്നു. കുടയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ കുട പിന്നെ ഇതാ, അതറിയാലോ. തൊട്ടാവാടി നിന്നെ എനിക്കെന്തിഷ്ടമാണെന്നോ.
തൊട്ടാവാടിയുണ്ട്. ആ തൊട്ടാവാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ വണ്ടി ഇപ്പോൾ സ്കൂൾ വണ്ടി ഇപ്പോൾ പോകും. ഇതാണ് തൂക്ക് ചെമ്പരത്തി. നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷേ അപ്സൈഡാണ്. തൊട്ടാവാടി നിന്നെ തൊട്ടാവാടി നിന്നെ എനിക്കെന്തിഷ്ടമാണെന്നോ ഓരോരോ. ബാക്കി പാടൂ കൂട്ടുകാരെ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കുട നിവർത്തിയപ്പോഴത്തേക്ക് മഴ പോയി. വണ്ടി വരുന്നുണ്ട്, കുറുക്കയാണല്ലേ? ഇങ്ങോട്ട് വാ വാ വാ. കുട നിവർത്തിയപ്പോൾ വെയിൽ വന്നു. ചില മനുഷ്യരെ കണക്കാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചെറുപുറം മാറും. മൊത്തത്തിൽ പ്രശ്നമാണ്. ഇത് സീതപ്പഴത്തിൻ്റെ മരമാണ്. സീതപ്പഴം അതൊരു സൈസ് പഴമാണ്. അറിയുന്നവർക്കൊക്കെ അറിയാം. ഇത് മുങ്ങയില. ഇതാണ് എൻ്റെ മോൻ്റെ തോക്കിനകത്തിരുന്ന ഉണ്ട. വെടി വെടി പിടിക്കുന്ന കൊച്ചിന് ചെടിയാണ്. വരൂ. ഓക്കെ, ഓടി വാ, നടന്നു വാ. ഷർട്ട് നേരെ ഇട്ടില്ലല്ലേ ഫ്രണ്ടിൽ? ഓക്കെ. എൻ്റെ മോനും എൻ്റെ യൂണിഫോം ഇതുവരെ തയ്ച്ച് കിട്ടിയില്ല. 25-ാം തീയതി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടോളൂ, കണ്ടോ? എന്നെ കൊടയിൽ കയറ്റാതെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മഴയൊന്നും ഇല്ല കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നു. നമ്മളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. എന്തോ ഇത് കൃഷ്ണച്ചീര എന്നൊക്കെ പറയും. കൃഷ്ണച്ചീര. ഇത് ചില ആൾക്കാർ ഇത് തോരനിക്കൊക്കെ എടുക്കും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇതാണ് കൃഷ്ണച്ചീര. ഇതെന്താണെന്നറിയാമല്ലോ? സ്ട്രോബെറി വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കുറെ സ്ട്രോബെറി ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് തുളസി. അത് മുത്തുച്ചെടി. ഈ ചെടിയിനകത്താണ് മറ്റേ ചുമന്ന പൂ. ചുമന്ന മുത്തുച്ചെടി. ഇതാണ് അതിന്റെ മുത്ത്. ഇത് ഈ പൂവ് മഞ്ഞപ്പൂവാണ്. പക്ഷേ കുഞ്ഞിലെയൊക്കെ ഞാൻ പറയാതിരിക്കുന്നത് ഇത് മൈക്ക് പൂവെന്ന്. കാര്യം അത് മൈക്ക് പോലെ ആയിരിക്കുന്ന സ്പീക്കറില്ലേ, മൈക്ക് അലോൺസിൻ്റെ സ്പീക്കർ, അതിൻ്റെ ഒരു അതേപോലെ ആയിരിക്കുന്നത്. ഈ തൊട്ടാവാടി ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുവാണ്. ഞാനൊന്ന് തട്ടി. എല്ലാവരും ഇപ്പോൾ ഉറങ്ങും. കണ്ടോ? ഉറങ്ങി. ജീവനുണ്ട്. സ്ട്രോബെറി ഉണ്ടോ? ചില ആൾക്കാർ പറയത്തില്ല, ഞാനെന്തോരം മരങ്ങൾക്കൊക്കെ ജീവനുണ്ടെന്നുള്ള തെളിവാണ്. ഇതിൽ തൊടുമ്പോ ഇത് അടഞ്ഞു കളയുന്ന. കണ്ടാ? ഇനി ചെടികൾക്ക് ജീവനില്ലെന്ന് ആരും പറയരുത്. ഓക്കെ. സ്ട്രോബെറി ഇവിടെ കുറെ ഉണ്ട്. പാളയം വന്നാൽ അത് കിട്ടും. അപ്പോൾ ഈ ഡുണ്ടുണ്ടും പിപ്പി നല്ല
ഒരു 50 രൂപ അവിടെ നിന്ന് എനിക്ക് കിട്ടി. എൻ്റെ വലത് കാലൊന്ന് തട്ടി, ഇങ്ങനെ ഞാനൊന്ന് മുട്ടി, എൻ്റെ കാലൊന്ന് തട്ടി, ഞാനൊന്ന് മുട്ടി. വരൂ. ഇത് ഇനി പഞ്ചായത്ത് ഞാൻ ചെന്ന് പരാതി പറയണമല്ലോ. എൻ്റെ മോൻ ഈ ചെടി കണ്ട അവിടെ മൊത്തം കിടന്ന് കുഞ്ഞിയാണല്ലോ. ഇത് വെട്ടി വൃത്തിയാക്കാൻ ഞാൻ ഇനി കംപ്ലൈൻറ്റ് കൊടുക്കണമല്ലോ. ഇവിടെ കണ്ടാലും തപ്പലും. കണ്ട സ്കൂളിൽ എൻ്റെ മോൻ സ്കൂളിൽ പോണതാണ്. അവിടെ നിന്നൊരു ചെടി പൂവും നൈസായിട്ട് വെച്ച് അത് ചെവിയിലും വെച്ച്. ഇത് ഇയാളിന് എവിടെയെങ്കിലും പരിചയമുണ്ടോ? അയ്യോ, പെണ്ണനല്ല, പെണ്ണൻ. ഇവ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അമ്മയുടെ ചെല്ലക്കുട്ടിയാണ്. ഉമ്മയുടെ കശത്തിരുന്ന് വളർന്ന് ഉമ്മച്ചിയുടെ ചെല്ലക്കുട്ടിയായിപ്പോയി. ഇതൊക്കെ പറയണ്ടേ? അതായത് ശനിയും ഞായറും ഒഴിവായിരുന്നു. അപ്പോൾ ശനിയും ഞായറും ഒഴിവായി. പിന്നെ തിങ്കളാഴ്ച ദിവസം സ്കൂളിൽ പോകാൻ എല്ലാ കൊച്ചുങ്ങൾക്കും ഒരു മടിയാണ്. ഇന്ന് ഒരുപാട് മടിയും ചിണുക്കവും ഒക്കെ കാണിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ ഇറക്കിയത്. ഒരു കിഴുക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഷോക്സ് ഇടത്തില്ല, പാൻറ് ഇടൂല, ഒന്നും അറിയില്ല. എല്ലാം ഞാൻ തന്നെ ഇടണം, എല്ലാം ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് ചെടി. അതാണ് ചെടീൻ്റെ പേര് ചെടി. എല്ലാ ചെടികളുടെ പേരും എനിക്കറിയത്തില്ല. അപ്പോ നമ്മൾ അതിന് തൊട്ടാ അത് നമ്മൾ തിരിച്ചു തൊട്ട് നമ്മൾ ചൊറിഞ്ഞ് നമ്മളെ കൈ ഊരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്പാടെ അങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. നമ്മളിതിൽ കട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ എല്ലാ സംസാരങ്ങളും നിങ്ങൾ കേൾക്കണം. എന്താണ് നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ സംസാരിക്കുന്നത്. ചിലവരാണെങ്കിൽ സടം കെട്ടുണ്ട്. നമ്മൾ സടം കെട്ടൊന്നുമില്ല. ഓപ്പൺ ദ വീഡിയോ. സടം കെട്ടുണ്ട്. സടം കെട്ടുണ്ട്. സടം കെട്ടൊന്നുമില്ല. സടം കെട്ടൊന്നും ആദ്യം എടുത്തപ്പോ അത് എൻ്റെ മോൻ്റെ മുടി വെട്ടാൻ കൊണ്ട് ചെല്ലുമ്പോൾ ഷേപ്പില്ലാതെ വെട്ടിക്കൊടുക്കുന്ന മൊയിലാളിയാണത്. എൻ്റെ മോനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് ബംഗാളികളുടെ കടയാണ്. അവർ ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് നൈസായിട്ട് വെച്ച് ചെവിയിൽ വെച്ചതാണ്. ഇനി നിർത്തി കളയടാ. സ്കൂളിൽ പിള്ളേർ കളിക്കാക്കൂടാ. നല്ല മണം. ഞാൻ കളയൂല. മണപ്പിച്ചോ. ഫ്രഷ് പൂവാണ് കായ്പ്. പ്ലാസ്റ്റിക് അല്ലേ, അത് ഫ്രഷാണ്. ഞാൻ സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല. Roll ya.